നമ്മുടെ മുംബൈ ട്രിപ്പിലെ ഏറ്റവും മഹത്തരമായിട്ടുള്ള ഈ ഇന്ത്യ ഗേറ്റിൻ്റെ കാഴ്ചകൾക്ക് ശേഷം നമ്മളിനി അടുത്ത ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്യുകയാണ്. നമ്മുടെ ഇന്ത്യ ഗേറ്റിൻ്റെ കാഴ്ചകൾ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുകളിൽ ഐകാർഡിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് അത് കണ്ടതിന് ശേഷം തുടർന്ന് കണ്ടാൽ നന്നായിരിക്കും. നമ്മുടെ ഈ മുംബൈ വ്ളോഗ് സീരീസിലെ മറ്റൊരു സ്പോട്ടിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഭക്തിയൊക്കെ അല്പം കുറവാണെന്നുണ്ടെങ്കിൽ മുംബൈയിൽ വന്നിട്ട് ഒരു ആത്മീയ പാത കൂടി ഒന്ന് സന്ദർശിക്കാം എന്ന് ചിന്തിച്ചാണ് ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ഒരു റോമൻ കാത്തലിക് ചർച്ച് ഇതിനടുത്തായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയത്. എങ്കിൽ അതൊന്ന് കണ്ടു കളയാം എന്ന് ചിന്തിച്ച് ഞാനും കെട്ടിയോളും നേരെ അങ്ങോട്ടേക്ക് വെച്ച് പിടിച്ചു. പോകുന്ന വഴിക്ക് നടന്നു പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പുരാതനമായിട്ടുള്ള ഇപ്പോൾ നിലവിൽ ഉപയോഗത്തിലില്ലാത്ത ഒരുപാട് ബിൽഡിങ്ങുകൾ നമുക്ക് കാണാൻ സാധിക്കും. കാലപ്പഴക്കം അതിൻ്റെ പുറം ചുവരുകളിലൂടെ തന്നെ നമുക്ക് വ്യക്തമാകും. പെയിൻ്റൊക്കെ നശിച്ച് അതിൽ ഒരുപാടൊക്കെ പൂപ്പലുകളൊക്കെ പിടിച്ച് നമുക്ക് അങ്ങനത്തെ ഒരുപാട് സ്ട്രക്ചേഴ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ പൂനെയിലാണ് നിലവിൽ താമസിക്കുന്നത്. അപ്പോൾ ഈ പൂനെയും ബോംബെയും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം ഈ പ്രാചീന പുരാതന ബിൽഡിങ്ങുകൾ തന്നെയാണ്. പൂനെയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കണ്ണെത്താ ദൂരത്ത് ഫ്ലാറ്റുകളുടെ കൺസ്ട്രക്ഷൻ്റെ അങ്ങേയറ്റമാണ്. നമ്മൾ എവിടെ നോക്കിയാലും ഫ്ലാറ്റിൻ്റെ കൺസ്ട്രക്ഷനാണ്. പക്ഷേ നമ്മൾ ബോംബെയിൽ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു ഒരു മിനി ലണ്ടൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം ലണ്ടനിലും അല്ലെങ്കിൽ UK-യിലും ഇതേപോലത്തെ ഒരുപാട് ഇത്തരം ബിൽഡിങ്ങുകളൊക്കെ പഴയ കാല ബിൽഡിങ്ങുകളൊക്കെ കാണാം എന്ന് പലയിടത്തായിട്ട് കേട്ടിട്ടുമുണ്ട്, വീഡിയോസ് കണ്ടിട്ടുമുണ്ട്. ദി കത്തീഡ്രൽ ഓഫ് ഹോളി നെയിം എന്നു പേരുള്ള ഈ ഒരു 100 വർഷത്തിലേറെ പഴക്കമുള്ള ഈ ഒരു റോമൻ കാത്തലിക് ചർച്ചിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. മുംബൈയിലെ കൊളാബയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ പള്ളിയിൽ എനിക്ക് എടുത്തു പറയാൻ താല്പര്യമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ രീതി തന്നെയാണ്. ഗോത്തിക് റിവൈവൽ മെത്തേഡ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റൈലിലാണ് ഈ ഒരു പള്ളി നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളുടെ കണ്ണിലേക്ക് പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യുന്ന കാര്യം ചുവരിലുള്ള ഒരുപാട് മിനുക്ക് പണികൾ, ചിത്രരചനകൾ, അത്തരം കളർഫുൾ ആയിട്ടുള്ള ഒരുപാട് പെയിൻറ്റിങ്ങുകൾ നമ്മളുടെ കണ്ണിന് ഇമ്പമേകുന്നതാണ്. തീർച്ചയായിട്ടും നമുക്കൊരു പുതിയ ഒരു അനുഭവമാണ്. നമ്മൾ ഒരുപാട് പള്ളികളിൽ പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഈ ഒരു ഹോളി നെയിം കത്തീഡ്രലിലെ കാഴ്ചകൾ തീർച്ചയായിട്ടും ഗംഭീരം എന്ന് തന്നെ പറയാനുള്ളൂ. നിങ്ങൾ ക്രിസ്ത്യൻസ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റേത് മതത്തിൽപ്പെട്ടവരാണ് എന്നുണ്ടെങ്കിലും ഒരു നല്ലൊരു കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു നിർമ്മിതി കാണാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു ആർട്ട് വർക്കുകളൊക്കെ കാണാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കത്തീഡ്രൽ വിസിറ്റ് ചെയ്യാവുന്നത് തന്നെയാണ്. ഇപ്പോൾ കാണുന്നത് ഈ 100 വർഷം പഴക്കമുള്ള കാഴ്ചകൾ തന്നെയാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഉറപ്പൊന്നുമില്ല. തീർച്ചയായിട്ടും അതിനുശേഷം ഒരുപാട് മോഡിഫിക്കേഷൻ വർക്കുകൾ അല്ലെങ്കിൽ മിനുക്ക് പണികളൊക്കെ പിന്നീട് കാലക്രമേണ നടന്നിട്ടുണ്ടാകാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട്. ഇപ്പോൾ നമ്മൾ വിസിറ്റ് ചെയ്യുമ്പോൾ പോലും ഇതിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് മിനുക്ക് പണികൾ അല്ലെങ്കിൽ കുറച്ച് റെക്ടിഫിക്കേഷൻ വർക്കുകൾ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത്രയും വർഷം പഴക്കമുള്ളത് കൊണ്ട് തന്നെ ഇത്രയും കാലം ഒരു ഡാമേജും ഇല്ലാതെ നിലനിന്ന് പോവുക എന്നുള്ളത് തീർച്ചയായിട്ടും നടക്കാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ ഒരു ടൈംലി റെക്ടിഫിക്കേഷൻ വർക്കുകൾ ഇത്തരം സ്ട്രക്ചറുകൾക്ക് അത്യാവശ്യം തന്നെയാണ്. മുംബൈ വ്ളോഗ്സിലെ മറ്റൊരു സ്പോട്ട് ലക്ഷ്യമാക്കി നമുക്ക് ഇവിടുന്ന് ഇറങ്ങേണ്ട സമയമായിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഈ പള്ളിയോടും ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഇറങ്ങുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അഥവാ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്കും ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മളെ കമൻറ്റ് ബോക്സിലൂടെയും അറിയിക്കുക. Thanks for watching.